നെന്മാറ ഇരട്ടക്കൊലക്കേസിലെ ശിക്ഷാവിധിയിൽ പാലക്കാട് കോടതിയിൽ വാദം പൂർത്തിയായെന്ന് പ്രതിക്ക് വധശിക്ഷ തന്നെ നൽകണമെന്ന് പ്രോസിക്യൂഷനും പ്രായം പരിഗണിച്ച് ഇളവ് വേണമെന്ന് പ്രതിഭാഗവും വാദിച്ചു. ശിക്ഷാവിധി നാളെ ഉണ്ടാകാൻ സാധ്യതയില്ല എന്ന് പ്രോസിക്യൂട്ടർ പറഞ്ഞു. ഡെത്ത് പെനാൽറ്റി കൊടുക്കാൻ പാടില്ല എന്നൊന്നുമില്ല. നമ്മൾ ആവശ്യപ്പെട്ടത് തുടക്കം തൊട്ട് ആവശ്യപ്പെടുന്നത് ഡെത്ത് പെനാൽറ്റി മാത്രമാണ്. കാരണം നാളെ മിറ്റിഗേറ്റിംഗ് റിപ്പോർട്ടിൽ വാദങ്ങൾ വേണമെങ്കിൽ കേൾക്കാം എന്ന് പറഞ്ഞിട്ടാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നാളെ വിധി വരാൻ സാധ്യത വളരെ കമ്മിയാണ്, ഉണ്ടാവില്ല. കാരണം അയാളെ കൊണ്ടുവരണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മറ്റേ VD മോഹൻദാസ് ഹാജരാക്കിയാൽ മതി എന്നാണ് പറഞ്ഞത്. എൻ്റെ അർത്ഥം നാളെ വിധി പറയില്ല എന്നാണ്. ഈ സംശയത്തിന്റെ ആനുകൂല്യം വേണമെന്നാണല്ലോ ഒരു വാദം. ആൾറെഡി അയാൾ ചെയ്തു എന്നുള്ള കണ്ടുകെടുത്തി കഴിഞ്ഞു. ഇനി അതിലൊരു സംശയം വെച്ചിട്ട് ഏത് കോടതി വിധി പറയില്ല. അപ്പോൾ അത് ആൾറെഡി തെളിഞ്ഞ കാര്യങ്ങളാണ്. ഇനി അത് പിന്നെ വക്കീൽ പറയണമെന്ന് ഇപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഉറപ്പായിട്ടും നമ്മൾ അതിനു വേണ്ടിയിട്ടാണ് എല്ലാം വാദങ്ങൾ മുന്നിൽ വെച്ചിട്ടുള്ളത്. അയാൾ ഒരു പ്രായം മാത്രമേ അയാൾക്ക് ഒരു ആനുകൂല്യമായിട്ടുള്ളൂ, അതല്ലാതെ ബാക്കിയൊന്നുമില്ല. ഗോകുൽ VS പാലക്കാട് എന്നും വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഗോകുൽ, അവസാനം പുറത്തിറങ്ങിയപ്പോഴും കൊടും കുറ്റവാളിക്ക് പ്രത്യേകിച്ച് കൂസലൊന്നുമില്ല. ഇന്നിപ്പോൾ കോടതിയിൽ നടന്നത് എന്താണ്? പ്രോസിക്യൂഷനൊപ്പം പ്രതിഭാഗം എന്തെല്ലാം വാദങ്ങൾ നിരത്തിയിട്ടുണ്ട്? വിധി നാളെ ഉണ്ടാകില്ല എന്ന് പറയുന്നു. അങ്ങനെ നീണ്ടുപോകുന്നതിന് ഒരു സാഹചര്യം എന്താണ്? ഉടൻ തന്നെ ഉണ്ടാകുമോ? ഇന്ന് ഈ കേസിൽ വാദമാണ് ഉണ്ടായത്, അതായത് ശിക്ഷയിൽ മേലുള്ള വാദമാണ് ഉണ്ടായത്. അതിൽ പ്രതിഭാഗം ഇളവ് വേണമെന്നും വാദിഭാഗം പരമാവധി ശിക്ഷയായി തൂക്കുകയർ നൽകണമെന്നും ആവശ്യപ്പെട്ടു. വാദിഭാഗം പ്രധാനമായും ഉന്നയിച്ച കാര്യങ്ങൾ, പ്രതി ആസൂത്രിതമായിട്ടാണ് കൊലപാതകം നടത്തിയത്, യാതൊരു തരത്തിലുള്ള കുറ്റബോധവും അയാൾക്കില്ല. കോടതിയിൽ കഴിഞ്ഞ ദിവസം കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്നുള്ള പരാമർശങ്ങൾ തന്നെ അതിനുദാഹരണമാണ്. താൻ ഗാന്ധിജിയല്ല എന്നൊക്കെയുള്ള അദ്ദേഹത്തിൻ്റെ പരാമർശങ്ങൾ അദ്ദേഹത്തിൻ്റെ അക്രമവാസന തുറന്നു കാണിക്കുന്നതാണ്. മാനസാന്തരത്തിനൊരു സാധ്യതയുമില്ല എന്നുള്ളത് പ്രോസിക്യൂഷൻ കോടതിയിൽ ഉന്നയിച്ചത്. അതേസമയം തന്നെ പ്രതിഭാഗം ഇതിൽ ഇളവ് വേണമെന്നും ആവശ്യപ്പെടുന്നു. പലതരത്തിലുള്ള കാര്യങ്ങളാണ് പ്രതിഭാഗം ഉന്നയിക്കുന്നത്. ഈ കേസിൽ സാഹചര്യ തെളിവുകൾ മാത്രമേ ഉള്ളൂ, നേരിട്ടുള്ള എവിഡൻസുകളില്ല. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ളൊരു വധശിക്ഷ നൽകാൻ പാടില്ല. ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ എന്നുള്ളൊരു തത്വം അനുസരിച്ചാണ് പോലീസ് ചെന്താമരയെ പിടികൂടിയത്. ഇതൊന്നും തന്നെ ഒരു വധശിക്ഷ നൽകാൻ മാത്രം പോകുന്ന കാര്യങ്ങളല്ല. അതുകൊണ്ട് തന്നെ വധശിക്ഷ ഉണ്ടാക്കരുത് എന്നുള്ളൊരു വാദവും പ്രതിഭാഗത്തിൻ്റെ ഭാഗത്തു ഉണ്ടായി. ഏതായാലും ഈ കേസ് നാളത്തേക്കാണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. നാളെ ചെന്താമരയെ കോടതിയിലേക്ക് കൊണ്ടുവരില്ല, മറിച്ച് വീഡിയോ കോൺഫറൻസ് മുഖാന്തരമായിരിക്കും ഹാജരാക്കുക. നാളെ ഒരുപക്ഷെ വിധി ഉണ്ടാകാനുള്ള സാധ്യതയില്ല. നാളെ മിറ്റിഗേഷൻ റിപ്പോർട്ട്, അതായത് നിയമസഹായ സമിതിയുടെ റിപ്പോർട്ട് കോടതി പരിശോധിക്കും. അത് പ്രതിഭാഗത്തിനും വാദിഭാഗത്തിനും നൽകും. അതുമാത്രമായിരിക്കും ഒരുപക്ഷെ നാളത്തെ ഒരു പ്രൊസീജിയറായി ഉണ്ടാവുക. അതിനുശേഷം മറ്റൊരു ദിവസമായിരിക്കും വിധി പറയുക. അത് ഏതു ദിവസമാണെന്ന് ഒരുപക്ഷെ നാളെ അറിയാം.